ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ടയെന്ന ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടിയുമായി ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ തങ്ങളോട് വിവേചനം കാണിച്ചിട്ടില്ല എന്നും സർക്കാർ തന്നെ വിവിധ പദ്ധതികൾ തങ്ങളെ ഏൽപ്പിക്കാറുണ്ടെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. സർക്കാരുമായി സഹകരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. ബസ്തർ മേഖലയിലെ ജനങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഈ ബസ്തർ ഏരിയയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എതിർപ്പോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഈ 7 ജില്ല എടുത്താൽ അങ്ങനെ ഒരു എന്താ പറയുന്നത് തിരിച്ച് വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ആൾക്കാർക്ക് അഭിമാനമേ ഉള്ളൂ. അതുപോലെ നമ്മുടെയൊക്കെ ഹോസ്റ്റലുകളിലേക്കും സ്കൂളിലേക്കും ഒക്കെ കുട്ടികളെ വിടാനായിട്ട് നമുക്കറിയാം ആർക്കും അതിനോട് താല്പര്യമുള്ളൂ. ആ രീതിയിൽ സർവീസ് എല്ലാവരും വിലമതിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബാലഗിരി ഒരു ഉദാഹരണമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ നബാർഡ് പ്രോഗ്രാംസ് അങ്ങനെയുള്ളത് ഗവൺമെൻറ് നമ്മുടെ NGO ആയിട്ട് കണ്ട് ഏൽപ്പിച്ച് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പൊതുവേ നമ്മളോട് അങ്ങനെ ഒരു തിരിച്ച് വ്യത്യാസമില്ല. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളൂ. പക്ഷേ അത് ഒരിക്കലും അതങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടും വന്നിട്ടില്ല. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ കേട്ട ഒരു വ്യാജ പ്രചരണമായിരുന്നു ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ട നടക്കുന്നു എന്നത്. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പ്രതികരിച്ചിരിക്കുന്നത്. ദേവിക, ഇത് നമ്മൾ കരുതിയതുപോലെ അത്ര നിസ്സാരമായ കാര്യമല്ല. മറിച്ച് അതീവ ഗൗരവതരമായ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഇവിടുത്തെ ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നു. ബസ്തർ ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നു. ഇത് ആ രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മൾ വളരെ നിസ്സാരമായ ഒരു സംഗതിയായി കാണുന്നത് പോലെയോ ചെറിയൊരു വാർത്തയായി കാണുന്നത് പോലെയോ അല്ല ഇതിനെ കാണേണ്ടത്. കാരണം ഈ വാർത്തയ്ക്ക് ഈ പ്രതികരണത്തിന് അത്രയധികം വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സീരിയസ്നെസ്, അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ കൂടി മനസ്സിലാക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി നമ്മൾ ഛത്തീസ്ഗഡിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ ഇവിടെ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു, ഇവിടെ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു, ഇവിടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ പുരോഹിതരെയും വേട്ടയാടുന്നു തുടങ്ങിയ വാർത്തകളാണ് കേട്ടുകൊണ്ടിരുന്നത്. 37 വർഷമായി ഇവിടെ പണിയെടുക്കുന്ന ഒരു വികാരി അദ്ദേഹം വന്ന് പറയുകയാണ്, ഇവിടെ ലോഹയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. 37 വർഷമായി പണിയെടുക്കുന്ന ആൾക്ക് 37 വർഷവും ഇവിടെ പണിയെടുക്കാൻ സാധിച്ചിട്ടും അദ്ദേഹം പറയുന്നത് ലോഹയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. അദ്ദേഹത്തിനടക്കമുള്ള മറുപടിയാണ് നിലവിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ ബസ്തർ ബിഷപ്പ് കൂടിയായ ജോസഫ് കൊല്ലംപറമ്പിൽ. അദ്ദേഹത്തെ നമ്മൾ കണ്ട സമയത്ത് അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ പ്രതികരണമാണ് ജനം TV ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലെ ആളുകൾക്ക്, കേരളത്തിൽ ഇത്തരം വ്യാഖ്യാനങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ കൊടുക്കുന്ന ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി തന്നെയാണ് ഇത്. കാരണം ഇവരുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന വ്യക്തി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ തങ്ങളോട് വിവേചനം കാട്ടാറില്ലെന്ന് പറയുന്നു. സർക്കാർ തന്നെ വിവിധ പദ്ധതികൾ തങ്ങളെ ഏൽപ്പിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ബാലഗിരി പദ്ധതി, നബാർഡ് പ്രോഗ്രാമുകൾ എന്നിവ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരുമായി സഹകരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബസ്തർ മേഖലയിൽ പ്രാദേശിക ജനതയിൽ നിന്നും എതിർപ്പുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഓർക്കണം, ഏറ്റവും കൂടുതൽ പിന്നാക്ക പട്ടികവർഗ വിഭാഗക്കാരുള്ള സ്ഥലം, വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്ന സ്ഥലം, എന്നിട്ടും ഇവിടുത്തെ ആളുകൾ ഇവരെ അത്രയധികം കണ്ട് എതിർക്കാനോ ഇവരുമായി എന്തെങ്കിലും പ്രശ്നത്തിനോ പോകുന്നില്ല എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. ഗ്രാമങ്ങളിൽ മതപരമായ ശുശ്രൂഷകളിൽ അഭിമാനത്തോടെ പങ്കെടുക്കുന്നവരുണ്ട് എന്നും അദ്ദേഹം പറയുന്നത്. അതായത് അവരുടെ പരിപാടികൾക്ക് തടസ്സം നേരിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭരണകൂടം ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ തിരുത്താറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. തങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട്, സ്കൂളുകളും ഡിസ്പെൻസറികളും നടത്തുന്നുണ്ട്, വിവിധ ആശുപത്രികൾ ഈ പ്രദേശങ്ങളിൽ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അവയെല്ലാം സുഗമമായി ഓടുന്നുണ്ട്. തങ്ങൾ ചെയ്യുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണോ എന്ന് ചിലർക്ക് സംശയമുണ്ടാകാറുണ്ട്. എന്നാൽ ഇതുവരെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ സംശയമായിരിക്കാം. തങ്ങൾ മതപരിവർത്തനമാണോ നടത്തുന്നത് എന്ന് ആളുകൾക്ക് തോന്നാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് ബുദ്ധിമുട്ടായി മാറിയിട്ടില്ല എന്നും പറയുന്നു. അതായത് ഈ കേരളത്തിൽ നടന്ന മുഴുവൻ ചർച്ചകൾ, ഈ കഴിഞ്ഞ 10 ദിവസങ്ങളായി തുടരുന്ന മുഴുവൻ ചർച്ചകൾക്കും
ഈ കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്ന മുഴുവൻ നരേറ്റീവുകൾക്കും, ഈ കഴിഞ്ഞ മുഴുവൻ 10 ദിവസങ്ങളിലായി തുടരുന്ന വ്യാജ പ്രചാരണങ്ങൾക്കും മുഖമടച്ച മറുപടിയാണ് ഇപ്പോൾ ജനം ടി വിയിലൂടെ ജോസഫ് കൊല്ലംപറമ്പിൽ ബിഷപ്പ് നൽകുന്നത്. ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ മതമേലധ്യക്ഷനാണ്. 1976 മുതൽ ബസ്തറിലുള്ള വ്യക്തിയാണ്, പാലാ സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണം, അദ്ദേഹം ഇപ്പോൾ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ ചെവി തുറന്നത് കേൾക്കണം, കണ്ണു തുറന്ന് ഈ വാർത്ത കാണണം എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ ആരോപിച്ചതുപോലെയല്ല, നിങ്ങൾ നൽകിയ നരേറ്റീവ് പോലെയല്ല ഇവിടെ കാര്യങ്ങൾ എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെയും CPIM-ൻ്റെയും നേതൃത്വം കൂടി ഇത് കാണണം. നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതല്ല ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഒരു തട്ടുകേട് സംഭവിച്ചു. ഇവിടെ ഉടൻ തന്നെ 37 വർഷം ഇവിടെ ലോഹ ധരിച്ച് ഇവിടെ മതപ്രചാരണം നടത്തിയ ഒരു വികാരി വന്ന് പറയുകയാണ്, ഛത്തീസ്ഗഡിൽ അന്നത് മധ്യപ്രദേശിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തൊട്ട് അദ്ദേഹം തുടങ്ങിയതാണ് ഈ പണി. അദ്ദേഹം വന്നിട്ട് പറയുകയാണ് ലോഹ ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന്. അങ്ങനെ ഇറങ്ങാൻ കഴിയാത്ത എന്ത് സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. എങ്കിൽ പിന്നെ 37 വർഷം അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ കഴിയുമായിരുന്നോ? ആ ചോദ്യം ഉയരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടക്കം തലപ്പത്തിരിക്കുന്നയാളാണ്, ബിഷപ്പാണ് പറയുന്നത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, സ്വാഭാവികമല്ലേ. അത് മതപരിവർത്തനത്തിന് ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചില സ്ഥലങ്ങളിൽ നിന്നും പ്രതിരോധം ഉണ്ടാകാറുണ്ടായിരിക്കാം എന്നതൊഴിച്ചാൽ സുഖമായി ജീവിക്കാവുന്ന സാഹചര്യമാണ്. അതും സർക്കാർ തന്നെ, BJP സർക്കാർ വലിയ പാതകം ചെയ്യുന്നു, എതിരാണ് എന്ന് പറയുമ്പോഴാണ് പറയുന്നത് ഞങ്ങളെ പദ്ധതികൾ ഏൽപ്പിക്കാറുണ്ട് ആദിവാസി മേഖലകളിൽ നടപ്പാക്കാൻ, ഞങ്ങളെ NGO ആയി പരിഗണിക്കാറുണ്ട് എന്നാണ് ബിഷപ്പ് പറയുന്നത്. വലിയ മറുപടി, വലിയ വാർത്തയാണ് ഇത്.